മോദിയുടെ മൂന്നാം അംഗപ്പുറപ്പാടിൽ പലരും നിറം മാറ്റി തുടങ്ങിയിരിക്കുന്നു. പലരുടെയും നിറം മങ്ങി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാവി മാറ്റി അവിടെ നീലയും വെള്ളയും ചുവപ്പും പൂശുകയാണ്. ഒന്നോ രണ്ടോ പേരല്ല, കൂട്ടത്തോടെയാണ് BJP-യിൽ നിന്നും ചിന്നിച്ചിതറി മറ്റു പാർട്ടികളിലേക്ക് കൂടുകയറുന്നതും. പിന്നിൽ ഒരൊറ്റ കാരണം, ഇവിടം സുരക്ഷിതമല്ല. മോദി പറഞ്ഞതിനും ചെയ്തതിനും കുറ്റങ്ങളും പഴികളും കേൾക്കേണ്ടി വരുന്ന ഗതികേടിലേക്കാണ് ഞങ്ങളുടെ പോക്കെന്ന് പറഞ്ഞുകൊണ്ട് ചുവടുമാറ്റി തൃണമൂലിലേക്ക് പലായനം ചെയ്യുകയാണ് പല നേതാക്കളും. തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് പിന്നാലെ ബംഗാൾ BJP-യിൽ നിന്നും തൃണമൂൽ കോൺഗ്രസിലേക്ക് നേതാക്കളുടെ കുത്തൊഴുക്കെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ശ്രദ്ധിക്കണം മോദി നിങ്ങൾ. കാരണം ഓപ്പറേഷൻ താമര നടപ്പിലാക്കി കോൺഗ്രസിനും മറ്റും നിങ്ങൾ കൊരുത്തുകൂട്ടിയ ആ മാലയിലെ അത് പൊട്ടിത്തുടങ്ങുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്നും രണ്ടുമല്ല, 30ഓളം വരുന്ന BJP നേതാക്കളാണ് കൂട്ടത്തോടെ തൃണമൂലിൽ കൊടിപിടിക്കാൻ പോയിരിക്കുന്നത്. കൂച്ച് ബീഹാർ മേഖലയിലെ 5 ഗ്രാമപഞ്ചായത്തുകളിലെ BJP അംഗങ്ങളാണ് തൃണമൂലിൽ ചേർന്നിരിക്കുന്നു എന്നതാണ് ദി ടെലിഗ്രാഫിന്റെ റിപ്പോർട്ടുകൾ. ഇത്തവണ തിരഞ്ഞെടുക്കപ്പെട്ട 5 BJP MP-മാർ തങ്ങളുമായി ബന്ധപ്പെട്ടതായുള്ള തൃണമൂൽ തൃണമൂൽ അവകാശവാദങ്ങൾക്ക് പിന്നാലെയാണ് പുതിയ റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള കൂടുമാറ്റങ്ങളോടെ BJP ഭരിച്ച 5 തദ്ദേശീയ സ്ഥാപനങ്ങളിൽ തൃണമൂലിന് ഭൂരിപക്ഷം ലഭിച്ചതായും ദി ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഭേദഗുരി 2, പ്രമാണിക്കിന്റെ വീട് ഉൾപ്പെടുന്ന മാദൽഹട്ട് എന്നിവിടങ്ങളിലെ BJP അംഗങ്ങൾ ഔദ്യോഗികമായി തന്നെ TMC-യിൽ ചേർന്നു കഴിഞ്ഞു. ഭേദഗുരി 1, പരാഭുദുവി, നയാഡ് ഹട്ട് എന്നിവിടങ്ങളിലെയും നിരവധി BJP പഞ്ചായത്ത് അംഗങ്ങൾ തൃണമൂലിൽ ചേർന്നിട്ടുണ്ട്. കൂച്ച് ബീഹാറിൽ നിതീഷ് പ്രമാണിക്കിനെ തോൽപ്പിച്ച ജഗദീഷ് ചന്ദ്രഭർമ്മ ബസൂനിയയുടെ സാന്നിധ്യത്തിൽ ദിൻഹട്ടയിൽ നടന്ന പരിപാടിയിലാണ് നേതാക്കൾ തൃണമൂൽ അംഗത്വമെടുത്തത്. ഇതിനിടെ കഴിഞ്ഞ വർഷം BJP കാവി പെയിന്റ് അടിച്ച ഭേദഗുരി 2-ലെ പഞ്ചായത്ത് ഓഫീസിന്റെ നിറവും മാറി തുടങ്ങിയിട്ടുണ്ട്. തൃണമൂൽ പതാകയുടെ നിറമായ വെളുപ്പും നീലയും നിറത്തിൽ പെയിന്റ് മാറ്റി അടിച്ചിരിക്കുകയാണ് ഇവിടെ. ബംഗാളിൽ തൃണമൂൽ കോട്ട തകരുമെന്ന് ഏറെ പ്രതീക്ഷിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിലായിരുന്നു BJP കനത്ത പരാജയം നേരിട്ടത്. കഴിഞ്ഞ മോദി സർക്കാരിൽ മന്ത്രിയും യുവ BJP നേതാവുമായ നിതീഷ് പ്രമാണിക്കിന്റെ കൂച്ച് ബീഹാറിലെ തോൽവി ഈ കൂട്ടക്കൊഴിഞ്ഞുപോക്കിന്റെ വേഗം കൂട്ടിയിട്ടുണ്ടെന്നാണ് ബംഗാൾ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷമായിരുന്നു ബംഗാളിലെ തദ്ദേശീയ തെരഞ്ഞെടുപ്പ്. തൃണമൂലിന് വലിയ തിരിച്ചടിയേറ്റ തെരഞ്ഞെടുപ്പായിരുന്നു അത്. നിരവധി തദ്ദേശീയ സ്ഥാപനങ്ങൾ BJP പിടിച്ചടക്കി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുള്ള കൂടുമാറ്റങ്ങളോടെ BJP ഭരിച്ച 5 തദ്ദേശീയ സ്ഥാപനങ്ങളിൽ തൃണമൂലിന് ഭൂരിപക്ഷം ലഭിച്ചതായും ദി ടെലഗ്രാഫ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അങ്ങനെ 400 എന്ന് പറഞ്ഞെത്തിയ BJP-യും ചുരുങ്ങിയതോടെ പാർട്ടിയോടുള്ള പഴയ സ്നേഹം വേണ്ട എന്ന് ഓരോ അണികളും തീരുമാനിച്ചു കഴിഞ്ഞു. കൂടിവിട്ട് കൂറുമാറ്റത്തിലേക്ക് ചേക്കേറുകയാണ് പല നേതാക്കളും. നിലനിൽപ്പില്ലാത്ത ഒരു സർക്കാരിന്റെ വാലിൽ തൂങ്ങി നിന്നിട്ട് ഇനി കാര്യമില്ല എന്നാണ് അണികൾ മനസ്സിലാക്കുന്നത്.